KSFDCയുടെ പ്രവർത്തനങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ തിയേറ്ററുകളുടെ കാര്യം തന്നെ എടുക്കാം. പുതിയ തിയേറ്ററുകൾ ഒരു കിഫ്ബി പ്രോജക്റ്റാണ്. അതിനൊരു റീപേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഇല്ല. റീപേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഇല്ലാത്ത കാരണം തുടങ്ങിയ തിയേറ്ററുകളെല്ലാം പാതി വഴിയിലാണ്. പല സ്ഥലത്തും കായംകുളത്തുണ്ട്, വൈക്കത്തുണ്ട്, അങ്ങനെ കേരളത്തിലെ പല സ്ഥലത്തും കിഫ്ബി പ്രോജക്റ്റായിട്ടാണ് ഇത് വന്നത്. പക്ഷേ റീപേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഇല്ലാതെ ആയത് കാരണം പണം റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല അടുത്ത ഘട്ടത്തിലേക്ക്. ഇതെല്ലാം തുടങ്ങി പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. പൂർത്തിയാക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഈ മുടക്കിയ പകുതി പൈസ പൊതുപ്പണമല്ലേ, അത് നഷ്ടമാകില്ലേ? അപ്പോൾ അതിന് മീറ്റിംഗ് എടുത്ത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് വേണം ഇത് എങ്ങനെയാണ് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കേണ്ടി വരുന്നത്. അവിടെ തന്നെ ചിത്രാഞ്ജലിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി വഴിയിലാണ്. അത് പൂർത്തിയാക്കണം. ഉറപ്പായിട്ട് വരാം, ചിത്രാഞ്ജലിയിൽ വരാം. ചിത്രാഞ്ജലിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കാം. അതെ, പരിശോധിക്കും. ആ പദ്ധതിയും ഏതാണ്ട് 23-ന് ശേഷം പിന്നീട് അതിന് പണം അനുവദിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സെലക്ഷൻ കിട്ടിയവർക്കും പണം കിട്ടാത്ത സ്ഥിതിയുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് സിനിമ ചെയ്യാനുള്ള അനുവാദം കിട്ടിയവർ, നിസാർ പറഞ്ഞ മുഴുവൻ പൈസ കിട്ടാത്തതും, അവരുടേതായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശരിയാണോ തെറ്റാണോ ഞാൻ പരിശോധിച്ചിട്ടില്ല, പരിശോധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ വഴിയല്ല ഇതിൻ്റെ വിനിയോഗം നടന്നത്. പണം അവർക്ക് അനുവദിച്ചെങ്കിലും പിന്നെ അതിൻ്റെ നിർവഹണവും കാര്യങ്ങളും എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിലല്ലാതെ വിനിയോഗിക്കപ്പെട്ടത് കാരണം അവരുടെ ചലച്ചിത്ര നിർമ്മാണത്തിന് അവർ പ്രതിസന്ധി പല രൂപത്തിൽ നേരിട്ടു എന്ന കാര്യം ഈ പദ്ധതിയുടെ ഭാഗമായി സിനിമ ലഭിച്ച ആളുകൾ അവരെല്ലാം എന്നെ ഒന്ന് കണ്ടിരുന്നു. ഇവിടെ ഇല്ലാത്ത ആളുകളുണ്ട്, ചില ആളുകൾ വിദേശത്താണ്. ഇപ്പം അവർ വിദേശത്ത് നിന്ന് ബന്ധപ്പെട്ടിരുന്നു. അത് പരിശോധിക്കാം, അത് പരിശോധിച്ച് തീരുമാനം എടുക്കാം അതിനകത്ത്. ആ പദ്ധതി വളരെ നല്ല മാതൃകാപരമായ പദ്ധതിയായിരുന്നു. അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് കൂടി കാര്യം ആലോചിക്കാം. അതാണ്, അത് ഞാനൊരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ്. അവർ അനുവദിക്കപ്പെട്ട തുകയുടെ വിനിയോഗത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നൊരു കാര്യം അതിൻ്റെ സംവിധായകർ തന്നെ പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട്. പരിശോധിക്കാം. അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിലും ഈ ഡിസൈനിൽ കൊണ്ടുപോകണോ, ഇത് റീഡിസൈൻ ചെയ്യണോ എന്നുള്ള കാര്യം ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കാം. അതുകൊണ്ട് അത് കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള പരാതി അതിൻ്റെ ഭാരവാഹികളും സാംസ്കാരിക പ്രവർത്തകരും വന്ന് കണ്ട് നൽകിയിരുന്നു. പരിശോധിക്കുന്നുണ്ട്, പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആണ് ഈ താൽക്കാലിക ജീവനക്കാരെ, സെക്യൂരിറ്റിക്കാരുടെ കാര്യമല്ലേ പറഞ്ഞത്, അവരെ നിയമിച്ചത്. കഴിഞ്ഞ സർക്കാർ തന്നെ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു.
തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ ഉത്തരവ് നടപ്പിലായില്ല. ആ ഉത്തരവാണ് കെഫ്കോൺ എന്ന് പറഞ്ഞ ഒരു ഏജൻസീനെ സുരക്ഷ മറ്റ് ചുമതല ഏൽപ്പിക്കാനാണ് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചത്. ഈ സർവീസ്മെന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംവിധാനമാണെന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ സർക്കാർ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടെടുത്ത സർക്കാർ ഉത്തരവ്, ഉദ്യോഗസ്ഥ സംവിധാനം സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് തുടർച്ചയാണല്ലോ, അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. വന്ന പ്രചരണം ഈ സർക്കാർ വന്നപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെച്ച ആളുകളെല്ലാം പിരിച്ചുവിട്ടു, വേറെ ആളുകൾക്ക് ചുമതല കൊടുത്തു എന്ന് വെച്ചിട്ടാണ് അവിടെ സമരം നടക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അവർ എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം ഈ സർക്കാർ വരുമ്പം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ അതെ, അല്ല അതാ ഇടപെടത്തില്ലെന്നല്ല പറഞ്ഞത്, അത് കാര്യം ഞാൻ വിശദീകരിച്ചതാണ്. ഈ സർക്കാർ വന്ന് ആരെയും പിരിച്ചുവിട്ടതല്ല, അവരുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു, ജിയോ ഇറക്കി. ആ തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യം പരിശോധിക്കാം. നമ്മളൊന്നും ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ ഉത്തരവ് നമ്മൾ ഉദ്യോഗസ്ഥ സംവിധാനം അവർ തുടരുമല്ലോ, നടപ്പിലാക്കും, അത്രയേ ഉള്ളൂ. അത്രയും സംഭവിച്ചിട്ടുള്ളൂ. പരിശോധിക്കാം. അപ്പം നിയമിച്ച ആൾക്കാർ അവിടെ ജോലിക്ക് ചെല്ലുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ച ആളും അവിടെ ജോലിക്ക് ചെല്ലുകയാണ്. കഴിഞ്ഞ സർക്കാർ നിയമിച്ച് ഒഴിവാക്കിയവരും അവിടെ നിൽക്കുകയാണ്. അതാണ്. അപ്പം അതും എല്ലാം പരിശോധിക്കണം. നോക്കാം, പരിശോധിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം. ഞാൻ പരിശോധിക്കുമ്പോൾ ഒരു നിയമമില്ല ഈ കാര്യത്തിലില്ല. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ അഡ്വഞ്ചർ ടൂറിസം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ളൊരു ലോ ഇല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്, കേരളത്തിലൊരു നിയമമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ഈ കാര്യത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പലയിടത്തും ഇടപെടാൻ കഴിയില്ല. ഇപ്പം ഞാൻ തന്നെ വെഞ്ഞാറമൂട് ഒരു അപകടം ഉണ്ടായി. നമ്മൾ ആരോടെ പറഞ്ഞേ? LSTD ഡിപ്പാർട്ട്മെൻറ്റിനോട് അവർ കൊടുത്ത ലൈസൻസ് തൽക്കാലത്തേക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഈ സ്ഥാപനം അല്ലേ, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണല്ലോ അത് അവർ ഉണ്ടാക്കുന്നത് വരെ അവരുടെ ക്യാൻസൽ കൊടുത്ത അനുവാദം ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് LSTDയോട് പറയാനേ പറ്റുന്നുള്ളൂ. കാരണം അവരാരും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു അനുവാദവും വാങ്ങുന്നില്ല, വാങ്ങേണ്ടതുമില്ല നിലവിലുള്ള നിയമം അനുസരിച്ച്. അപ്പം നമുക്ക് അവർക്ക് അനുവാദം കൊടുക്കാത്ത കാരണം നമ്മുടെ അനുവാദം പിൻവലിക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് 17 പോളിസി ഉണ്ട്, പക്ഷേ ആക്ട് ഇല്ല. നമ്മളതുകൊണ്ട് ഇതിനകത്തൊരു ആക്ട് കൊണ്ടുവരണം. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇത്തരം ആക്ടിവിറ്റീസ് ആണെങ്കിലും അപകടങ്ങൾ ഒരുപാട് താങ്കൾ സൂചിപ്പിച്ച പോലെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ടൂറിസത്തെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നോക്കുമ്പോൾ ടൂറിസം ആക്ടിവിറ്റിയാണ്, പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് അങ്ങോട്ട് വന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച നിലയിലേക്ക് ആ പ്രോഡക്റ്റ്, പല പ്രോഡക്റ്റും നമ്മൾ അടുത്ത കാലത്ത് നമുക്കൊന്ന് ലോഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകാതെ പോയൊരു പ്രോഡക്റ്റ് അതാണ്. പല കാരണങ്ങളുണ്ട്, അത് പരിശോധിക്കാം. എന്തായാലും അത് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലോ ഉദ്ദേശിച്ച രൂപത്തിലോ അത് വന്നില്ല. കാരവൻ ടൂറിസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പരിശോധിക്കാം. അത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വാഗമണ്ണിൽ ആണെങ്കിലും മൂന്നാറിൽ ഉണ്ട്. അതിലെല്ലാം അത് അവിടുത്തെ കളക്ടർമാരോട് അതിൻ്റെ സുരക്ഷാ പരിശോധന നടത്താൻ പറയുകയാണ്. ഈ കാര്യത്തിൽ അത് പരിശോധിക്കാതെ നമുക്കൊരു ഉത്തരവ് കൊടുക്കാൻ കഴിയില്ല. അത് സുരക്ഷാ പ്രശ്നമുള്ളതാണ്. അതിനകത്തല്ല പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേ ഉള്ളൂ, നോക്കിയിട്ട് പറയാം. ഇത്രയും മതിയല്ലോ. താങ്ക് യു.